ഇൻസൈറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് പ്ലാനറ്റോറിയം അസ്ട്രോണമി ഔട്ട്റീച്ച് ഓഫീസർ ശ്രീ ജയന്ത് ഗാംഗുലിയാണ്. സ്വാഗതം സാർ. ഒരു 6 മാസം മുൻപ് നമ്മുടെ പ്രേക്ഷകരുമായി സംവദിച്ചിരുന്നു. അന്ന് നമ്മുടെ ചാന്ദ്രദൗത്യം വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് പൂർത്തീകരിച്ചൊരു സന്തോഷ മുഹൂർത്തത്തിലായിരുന്നു. അന്ന് രാജുവേട്ടനായി സംസാരിക്കുന്ന സമയത്ത് താങ്കൾ ഗഗൻയാനെ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇന്ന് ഗഗൻയാൻ പുതിയൊരു സ്റ്റെപ്പിലേക്ക് കൂടെ കടന്നു. അതിൻ്റെ അന്തിമ ദൗത്യത്തിലേക്ക് ഏറെ അടുത്തൊരു സന്തോഷ വാർത്തയിലാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലിരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്നത് ശാസ്ത്രരംഗത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? വേറെ അർത്ഥത്തിൽ ചോദിച്ചാൽ നമ്മുടെ ഈ ഗഗൻയാൻ ദൗത്യം എങ്ങനെയാണ് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുന്നത്? എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി? അതാണ് ഈ ഗഗൻയാൻ സ്പേസ് മിഷൻ. ഇത് നമ്മളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇതിൽ ഒരു ഹ്യൂമൻ കേപ്പബിലിറ്റീസ്, ഇന്ത്യയുടെ ഹ്യൂമൻ ആസ്ട്രോനോട്ട് അയക്കാൻ ഒരു കേപ്പബിലിറ്റി, അത് പണ്ട് ശരിക്കും 3 രാജ്യത്തിൽ മാത്രമുണ്ട്. ഒരു USA, ചൈന, പിന്നെ റഷ്യ. ഈ 3 രാജ്യത്തിൽ മാത്രമുണ്ട്. 4ാമത്തെ രാജ്യം ഞങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും നമ്മൾ കുറേ വേറെ ഈ മംഗളയാൻ, ചന്ദ്രയാൻ ഇതൊക്കെ അയച്ചിട്ട് നമ്മളൊരു ലെവൽ കിട്ടിയിട്ടുണ്ട്. സ്പേസ് ക്ലബിൽ നമ്മളുടെ ഒരു ലെവലുണ്ട്, ഒരു പേരുണ്ട്, ഇന്ത്യയുടെ ഒരു പൊസിഷനുണ്ട് അതിൽ. അപ്പോൾ ഇതിൽ ഈ ഹ്യൂമൻ സ്പേസ് കേപ്പബിലിറ്റി വെക്കെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി നമ്മളുടെ ഒരു കോമ്പണൻറ്റ് കൂടുതലുണ്ടാവും. അതെന്താണ്? ഒരു നമ്മളുടെ ആസ്ട്രോനോട്ട് PM പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ റോക്കറ്റ്, നമ്മളുടെ ആസ്ട്രോനോട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളുടെ സ്പേസ് സ്റ്റേഷന്. അപ്പോൾ നമ്മളുടെ എക്സ്പെരിമെൻറ്റ്, നമ്മളുടെ ഈ കുറേ സയൻസ് ശാസ്ത്രകാർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ബയോളജി എക്സ്പെരിമെൻറ്റ്സ്, പിന്നെ സീറോ ഗ്രാവിറ്റി കണ്ടീഷൻസിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യെങ്കിൽ ഞങ്ങൾ ഡിപ്പെൻഡബിലിറ്റി ഉണ്ട്. വേറെ രാജ്യത്തിൽ പോയിട്ട് സംസാരിക്കണം, ഒരു കൊലാബറേഷൻ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അതാണ് ഞങ്ങളെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്വന്തം കേപ്പബിലിറ്റീസ് ഇതൊക്കെ ഉണ്ടെങ്കിലേ പര്യാപ്തതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു സെൽഫ് റിലയൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ ആൾക്കാർ, നമ്മളുടെ ടെക്നോളജി, നമ്മളുടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് കുറേ സാധനങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും വെറുതെ ഒരു എക്സ്ട്രാ വേഗൻസ് അല്ല. ഇത് എന്താണ്? നമ്മളുടെ സ്പേസ് ടെക്നോളജി ഇപ്പം നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ പണ്ട് ടെലിവിഷൻ ചെയ്യെങ്കിൽ കേബിൾഡ് നെറ്റ്വർക്കാണ്. നമ്മളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വയേർഡ്, മൊബൈൽ ഫോൺ ഒരു വേറെ സെൽ ബൈ സെൽ ഒരു വേറെ ടെക്നോളജി ഉണ്ടായിരുന്നു. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജിയിലേക്ക് മാറാനുണ്ട്. ഇപ്പോൾ സീറോ ഗ്രാവിറ്റി കണ്ടീഷനിൽ നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ മെഡിസിൻസ് ചിലപ്പോൾ കെമിക്കൽസൊക്കെ ഗ്രോ ചെയ്യുമെങ്കിൽ സീറോ ഗ്രാവിറ്റി കണ്ടീഷനിൽ ചെയ്യണം. അത് സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി ശരിക്കും നമ്മളുടെ സിറ്റിസൺസ് അത് ബെനിഫിറ്റ്, ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഇതിൻ്റെ റിസൾട്ട്സ് ബെനിഫിഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ്, നമ്മുടെ ഗഗൻയാൻ്റെ ബേസ് ഇമ്പോർട്ടൻസ്, നമ്മുടെ കേപ്പബിലിറ്റി. ഇപ്പോൾ ശരിക്കും ISRO എന്താ പറഞ്ഞത്, സോമനാഥ് സാറ് എന്താ പറഞ്ഞത്, ഇപ്പോൾ വേറെ ഒബ്ജക്റ്റീവ് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് നമ്മൾ കുറച്ച് ഒരു 4 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 പേരെ ഞങ്ങൾ സ്പേസിൽ അയക്കാം. ഒരു 400 മീറ്റർ ഓർബിറ്റിൽ അവർ 7 hours ഒരു ചുറ്റാൻ, ഇങ്ങനെയാണ് 7 days ചുറ്റാൻ ഒരു അത് ചെയ്യാനുണ്ട്, ഒരു ശ്രമിക്കാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ അടുത്ത വർഷം ചിലപ്പോൾ 2025 ഇത് ശരിക്കും നമ്മുടെ ഈ ISROയുടെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇങ്ങനെ ഒരു മിഷൻ കുറേ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 2004 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫണ്ട് 2006 ആ സമയത്തിൽ ISRO ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരെ കൊടുത്ത് ഫണ്ടിങ് ചെയ്യാൻ. പിന്നെ അവരുടെ ഫണ്ടിങ്ങിൽ എന്താ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവർ സർക്കാർ ചെയ്യാൻ പറ്റിയിട്ടില്ല.
പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കൂടുതൽ ഫണ്ട് വെച്ചിട്ട് അവർ പുതിയ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇത് ഒരു 2007-8 ഇത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ മിഷനായിട്ട് ISRO ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2007 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 ഇപ്പോൾ ഒരു 10,000 കോടി രൂപ വെച്ചിട്ട് ഇതിപ്പോൾ സാങ്ഷൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് നമ്മൾ ഗഗൻയാനിലേക്ക് ഒന്നുകൂടെ സ്പെസിഫിക് ആയി പോയാൽ ഇതിൻ്റെ മിഷൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാൻ പറ്റും? അപ്പോൾ ഗഗൻയാൻ്റെ ശരിക്കും ഈ ഒരു മിഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മളുടെ സ്വന്തം കേപ്പബിലിറ്റീസ് ഉണ്ടാക്കെങ്കിൽ ചില ടെക്നോളജീസ് നമ്മളെ സ്വന്തം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യണം. അത് ശരിക്കും ആരെ ടെക്നോളജി നമ്മൾ ഏതെങ്കിലും ഒരു റോക്കറ്റ് അയക്കെങ്കിൽ ഞങ്ങളെ ഫോട്ടോ വീഡിയോസൊക്കെ കാണും, പക്ഷേ എങ്ങനെ കൃത്യമായിട്ട് അവർ ചെയ്ത് ആ ടെക്നോളജീസ് ഞങ്ങൾക്ക് അവർ ആരെങ്കിലും തരൂല, ഫുള്ളായിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യൂല. അതൊരു ഒരു ഒരു കൺട്രിയുടെ സ്വന്തം കേപ്പബിലിറ്റിയാണ്. അപ്പോൾ ആ കേപ്പബിലിറ്റി ഞങ്ങൾക്ക് ചെയ്യെങ്കിൽ ഞങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം ഓരോരോ കേപ്പബിലിറ്റീസ്. അപ്പോൾ ഈ ചന്ദ്രയാൻ ലോഞ്ച് പ്രിക്കർസറായിട്ട് ഞങ്ങൾ കുറേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, സിമുലേറ്റർ ട്രെയിനിങ്, ഇതൊക്കെ പണ്ട് പിന്നെ ഡ്രോപ്പ് ടെസ്റ്റ്, ഇതൊക്കെ ചെയ്തിട്ട് ഓരോരോ സ്റ്റെപ്സ് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിക്കൽ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് എടുക്കെങ്കിൽ അതിലും കുറേ സ്റ്റെപ്സ് ഉണ്ട്. അത് ഞാൻ ഞങ്ങൾ സംസാരിക്കാം അതിനെ പറ്റി. അതിലേക്ക് പോകാം. നമുക്ക് ഈ 400 കിലോമീറ്റർ അപ്പുറത്തേക്ക് മനുഷ്യനെ എത്തിക്കുകയും അവിടുന്ന് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു നമ്മൾ പുറത്തേക്ക് കാണുന്ന ഏറ്റവും വലിയൊരു ഔട്ട്കം. ഇതാണ് അതിലെന്താണ്, ഒരു റോബോട്ട് പോവെങ്കിൽ റോബോട്ട് പോയിട്ട് എന്തെങ്കിലും അവിടെങ്കിൽ മീൻസ് എന്തെങ്കിലും ഒരു ഇതിൽ ഹ്യൂമൻ ലൈഫിൻ്റെ റിസ്ക് ഇല്ല. പക്ഷേ ഇതിൽ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ റിസ്ക് ഉണ്ട്. അത് സേഫായിട്ട് പുറത്ത് പോകണം, പിന്നെ സേഫായിട്ട് തിരിച്ച് നമ്മൾക്ക് കൊടുത്തു പോകണം. അപ്പോഴാണ് നമ്മൾക്ക് കേപ്പബിലിറ്റീസ് നമ്മളുടെ കേപ്പബിലിറ്റി ഡെമോൺസ്ട്രേഷൻ ആവും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പോൾ ഈ 400 കിലോമീറ്റർ അപ്പുറത്ത് ഇവർ ചെല്ലുന്നിടത്ത് അവിടെ ഭ്രമണപഥത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്? ശരിക്കും ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതലമുണ്ട് നമുക്കറിയാം. മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രതലമുണ്ട്. ഇപ്പോൾ ഇതിൽ ഇവർ അവിടെ ഒരു 4 ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അന്തരീക്ഷം നടത്തും പോലെയുള്ള ആക്ടിവിറ്റീസ് നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ചെല്ലുന്ന ഈ 400 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ശരിക്കും എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ളൊരു അവിടെ ഒരു നമ്മുടെ എല്ലാ ഈ ചന്ദ്രൻ, ഭൂമി, പിന്നെ എല്ലാ ഗ്രഹങ്ങൾ, സൂര്യൻ, നക്ഷത്രങ്ങൾ എല്ലാം ഈ സ്പേസിലാണ് മൂവ് ചെയ്യാനുണ്ട്. സ്പേസ് എന്താണ്, ഈ ഒരു മെറ്റീരിയൽ ഒബ്ജക്ട്സ് കുറച്ച് ഈ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിയുടെ ഇൻ്റർവലാണ് നമ്മളുടെ സ്പേസ്. ആ സ്പേസിൽ ശരിക്കും ഒന്നുമില്ല, മാറ്റർ എനർജി മാത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ എന്തെങ്കിലും വസ്തു ഒരു സ്പേസിൽ വെക്കെങ്കിൽ വേറെ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ മോഷനിൽ വന്നിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സിൽ അവർ മൂവ് ചെയ്യും. പക്ഷേ വെറുതെ സ്പേസിൽ അവർ ചുറ്റെങ്കിൽ ഒരു റോക്കറ്റ് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു സ്പേസിൽ ഒരു ഹൈറ്റിൽ പോയിട്ട് സ്പേസിൽ വിടെങ്കിൽ അതെന്താ ചെയ്യും, അത് ഭൂമിയെ ചുറ്റും, ഒരു ഓർബിറ്റിൽ ചുറ്റും. അതാണ് ഓർബിറ്റ് പണിയുക. അപ്പോൾ അത് സീറോ ഗ്രാവിറ്റി കണ്ടീഷനിൽ അതിൽ അവിടെ ചുറ്റും. അപ്പോൾ സീറോ ഗ്രാവിറ്റി കണ്ടീഷനിൽ അതിൽ ഫ്രീ ഫാൾ ഉണ്ടാവും. അതിൽ ഞങ്ങൾ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ്ലെസ്നെസ് ഉണ്ടാവും. വെയിറ്റ് എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ ഭൂമിയിൽ വന്നെങ്കിൽ നമ്മളുടെ ശരിക്കും മാസെ ഭൂമി അട്രാക്ട് ചെയ്യും. അതാണ് നമ്മളുടെ വെയിറ്റ്. നമ്മൾക്ക് വെയിറ്റ് ഫീൽ ആവും. അപ്പോൾ നിങ്ങൾ ഒരു ലിഫ്റ്റിൽ ഉണ്ടെങ്കിൽ ലിഫ്റ്റിലെ സ്വിച്ച് കൺട്രോള് എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുമെങ്കിൽ അത് താഴെ വീഴും. അപ്പോൾ ഫ്രീ ഫോൾ ആയിട്ട് വീഴും. ഈ കണ്ടീഷന് ശരിക്കും സ്പേസിൽ എല്ലാ സമയത്തിൽ ഞങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാ സമയത്തിൽ ഫ്രീ കണ്ടീഷൻ. അപ്പോൾ ആ സീറോ ഗ്രാവിറ്റി കണ്ടീഷനിൽ നമ്മളുടെ ബോഡിയും ചിലപ്പോൾ വേറെ രീതിയിൽ റിയാക്ട് ചെയ്യും. നമ്മുടെ ബോഡി സാധാരണത്തെ ഒരു ഗ്രാവിറ്റി കണ്ടീഷനിലാണ് ഞങ്ങളുടെ മോൾഡിംഗ് ആണ്, ഞങ്ങളുടെ ബർത്ത് ടു ഡെത്ത് ഞങ്ങൾ ഒരു ഗ്രാവിറ്റി കണ്ടീഷനിലാണ്. നോർമൽ ഗ്രാവിറ്റി കണ്ടീഷൻ 9.8 m/s² ആ ഗ്രാവിറ്റി കണ്ടീഷനിലാണ്. അത് വേറെ ഒരു മാറ്റാനം ഉണ്ടെങ്കിൽ മൈക്രോ ലൈക്ക് സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ ലോ ഗ്രാവിറ്റി കണ്ടീഷൻ അല്ലെങ്കിൽ
സൂപ്പർ ഗ്രാവിറ്റി കൂടുതൽ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡിയും മാറും. അപ്പോൾ ഈ എങ്ങനെ ബോഡിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടോ അത് പഠിക്കാൻ ഒരു ഒബ്ജക്റ്റീവാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രീ സ്പേസിൽ പോയിട്ട് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ വേറെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്, അതിൽ ഗ്രാവിറ്റി ശരിക്കും ഇൻറ്ററാക്ട് ചെയ്തിട്ട് ആ എക്സ്പെരിമെൻറ്റ് 0 ഗ്രാവിറ്റിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, ഭൂമിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ സ്പേസിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ശരിക്കും ഒന്നുമില്ല. ഈ നമ്മൾ ചന്ദ്രനിൽ പോകെങ്കിൽ എന്തെങ്കിലും ഒരു ഭൂമി ഉണ്ടാവും, ഗ്രാവിറ്റി കുറവുണ്ടാവും, പക്ഷെ ഒരു ഭൂമിയുടെ പോലെ എന്തെങ്കിലും ഉണ്ടാവും. സ്പേസ് ഒരു ഒന്നുമില്ലാത്ത അതിൽ ഞങ്ങളുടെ ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിടെ എൻവയോൺമെൻറ്റാണ് നമ്മളുടെ സറൗണ്ടിങ്സ്. അതിലൊരു അർത്തിലേക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ ഗ്രാവിറ്റി 0 ഉണ്ടാവും. അതിൽ നിങ്ങൾ ശ്വാസമൊക്കെ എടുക്കാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ആയിട്ട് എയർ പിന്നെ അറ്റ്മോസ്ഫിയറൊക്കെ ജനറേറ്റ് ചെയ്യും. പക്ഷേ ഗ്രാവിറ്റി കണ്ടീഷൻസ് 0 കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ചില വീഡിയോസിൽ കണ്ടിട്ടാവുന്നാവും 0 കണ്ടീഷനിലെ ആൾക്കാർ ഇങ്ങനെ പടക്കൂ, പിന്നെ ബോൾ വെക്കെങ്കിൽ ബോളും ഇങ്ങനെ പതുക്ക് താഴെ വരും, ഇല്ലെങ്കിൽ അതിൽ ഗ്രാവിറ്റി ഇല്ല, അത് ഫ്ലോട്ട് ചെയ്യും. ആ കണ്ടീഷനിൽ എന്തെങ്കിലും ചെയ്യാൻ മൈക്രോ ഗ്രാവിറ്റിയും മറ്റൊക്കെ പറഞ്ഞല്ലോ. അതെന്താണ് മൈക്രോ ഗ്രാവിറ്റി? ഗ്രാവിറ്റിയുടെ ചില ഈ 9.8 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മളുടെ ഭൂമിയുടെ ഗ്രാവിറ്റി. അതെങ്ങനെ വന്ന് ഭൂമിൻ്റെ ഒരു മാസമുണ്ട്, ആ മാസ് വെച്ചിട്ട് എല്ലാ നമ്മളുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എന്താ പറഞ്ഞത്, 2 മാസ് അവരുടെ ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമ്മളുടെ ഒരു വസ്തു ശരിക്കും ഭൂമിയുടെ മുകളിൽ വെക്കെങ്കിൽ ഭൂമിയുടെ സെൻറ്ററായിട്ട് ആ വസ്തുവിൻ്റെ സെൻറ്ററുടെ ഒരു ഡിസ്റ്റൻസ്, അത് റേഡിയസ് ഓഫ് ദി എർത്താണ്. ആ റേഡിയസ് ഓഫ് ദി എർത്ത് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ അത് 9.8 മീറ്റർ/സെക്കൻഡ്. അതാണ് നമ്മളുടെ നോർമൽ ഗ്രാവിറ്റി കണ്ടീഷൻ എർത്തിൽ. അപ്പോൾ അതിൻ്റെ താഴെ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്നെങ്കിൽ ചെറിയ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അത് മൈക്രോ ഗ്രാവിറ്റി കണ്ടീഷൻസ്. പിന്നെ കൂടുതൽ ഗ്രാവിറ്റി, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് എന്തെങ്കിലും ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അത് മാക്രോ ആണ്, ഹയർ ഗ്രാവിറ്റി, ഹയർ ഗ്രാവിറ്റി കണ്ടീഷൻസ്. ആ ലെവലിലാണ് ഇത് മാറും. നമ്മളിപ്പോൾ കുറേ സാങ്കേതികത്വങ്ങളിലേക്ക് പോയെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടെ ആളുകളുടെ ഒരു കാഴ്ചപ്പാടിലേക്ക്, സാധാരണക്കാരുടെ ചിന്താഗതികളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു 2004 നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് തുടക്കം കുറിക്കുകയും എന്നാൽ ഫണ്ടിങ്ങിലെ ചെറിയ ആ സമയത്ത് നേരിട്ട തടസ്സങ്ങളൊക്കെ കാരണം അതിങ്ങനെ വൈകി പോവുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ അടുത്ത വർഷം അവസാനത്തിലാണ് നമ്മൾ മിഷൻ പൂർത്തീകരണത്തിലേക്ക് എത്തുക. ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ISROയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം വളരെ നോട്ടബിൾ എന്ന് പറയാവുന്ന കുറേ മിഷൻസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രയാൻ 1ഉം 3ഉം ഒക്കെ അതിനിടയിൽ നടന്നു. അതുപോലെ ആസ്ട്രോസാറ്റ് പോലെയുള്ള, അതുപോലെ ആദിത്യ L1 പോലെയുള്ള വളരെ റീസെൻ്റ്ലി തന്നെ ഈ വർഷം പോലും നമ്മൾ അത്തരം ചില ദൗത്യങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുകൾ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനും അതിലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചു 2035 വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊരു നമ്മുടെ ഈ മിഷനിൽ തന്നെയുള്ളൊരു പ്രത്യേകത, നമ്മൾ എയർഫോഴ്സിൽ നിന്നുള്ള 4 പേരെയാണ് നമ്മൾ ഈ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും അവരെ പറഞ്ഞേക്കുകയും ചെയ്യുന്നത്. അവർ കുറേ കാലമായി വളരെ റിഗറസ് ആയിട്ടുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനിയും ചില പരിശീലനങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നുള്ള ആളുകളെ ഇതിലേക്ക് ട്രെയിൻ ചെയ്ത് കൊളാബറേറ്റ് ചെയ്യിക്കുന്ന അതിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇസ്രോ തന്നെ രാജ്യത്തെ പല ഏജൻസികളുമായും ടൈപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നു. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഇത്തവണ കൗണ്ട് ഡൗൺ ഉൾപ്പെടെ, സമയം ഉൾപ്പെടെ, സാങ്കേതികവിദ്യ എല്ലാം നമ്മളുടേത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രാജ്യത്തിന് നൽകുന്ന, അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്ന, ശാസ്ത്രലോകത്തിന് നൽകുന്ന വലിയൊരു സാധ്യതയും പ്രതീക്ഷയൊക്കെ ഉണ്ട്. അഥവാ മറ്റു മേഖലയിൽ എക്സൽ ചെയ്യുന്നവർക്ക് കൂടെ ഇവിടെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള റിസോഴ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ നൽകുന്ന ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? അപ്പം അത് ആൻസർ ചെയ്യാൻ മുന്നേ ഞാൻ കുറച്ച് പറയാം. ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ അത് കുറച്ച് ആൾക്കാരെ അത് ട്രെയിനിങ് മൊഡ്യൂൾസൊക്കെ എങ്ങനെയാണ്, കുറച്ച് നല്ല ട്രെയിനിങ് മൊഡ്യൂൾസ് ഉണ്ട്. അതെന്താണ് അക്കാഡമിക്കലി അവർ ഈ ആൾക്കാർ ശരിക്കും ആസ്ട്രോനോട്ട് മീൻസ് നമ്മളുടെ ആസ്ട്രോനോട്ട് അല്ലല്ലോ, ആസ്ട്രോണോമിയുടെ ആൾക്കാരല്ല, ഇത് എയർഫോഴ്സിൻ്റെ ആൾക്കാരാണ്. ഫൈറ്റിംഗ് പ്ലെയിൻസ് ഓടിക്കാൻ ആൾക്കാരാണ്. അവർക്ക് ഈ ചന്ദ്രൻ മാർസും പിന്നെ ഗ്രാവിറ്റിയും അതൊക്കെ അത്ര
പഠിച്ചിട്ടുണ്ടാവും, +2 എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പൈലറ്റിൽ പോകാമെങ്കിൽ ഇതൊക്കെ ആവശ്യമില്ല, അവർക്ക് എന്താ ആവശ്യമുണ്ട് അവർ അടിച്ചു. പക്ഷെ അവർക്കൊരു പഠിപ്പിക്കാൻ ഒരു പുതിയ ഒരു ഡയറക്ഷൻ, ഒരു ആസ്ട്രോനോട്ട് ഉണ്ടാക്കാൻ അവർക്കൊരു അക്കാഡമിക് മൊഡ്യൂൾസ് ഉണ്ടാവും, അക്കാഡമിക് കോഴ്സസ് ഉണ്ടാവും. പിന്നെ ഈ സ്പേസ് ഫ്ലൈറ്റ് സിസ്റ്റം അതിൻ്റെ എഞ്ചിനീയറിംഗിനെ പറ്റി ഒരു നോളേജ്. പിന്നെ മൈക്രോഗ്രാവിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈക്രോഗ്രാവിറ്റി ഉണ്ടാവും. പിന്നെ ഈ റിക്കവറി സർവൈവൽ ട്രെയിനിങ്, ആ കണ്ടീഷനിൽ പുറത്ത് പോയി പിന്നെ തിരിച്ച് വന്ന് ചിലപ്പോൾ വന്ന ശേഷം അവർ വാട്ടർ ബോഡീസിൽ എന്തെങ്കിലും ഓഷനിൽ ഡ്രോപ്ഡ് ആവും, അപ്പോൾ അവിടെ ആയിട്ട് റിക്കവറി ചെയ്യണം. അപ്പോൾ ആ ട്രെയിനിങ്. പിന്നെ മെഡിക്കൽ ട്രെയിനിങ്, ചിലക്ക് നമ്മളുടെ ബോഡി ഞാൻ പറഞ്ഞില്ലേ മൈക്രോഗ്രാവിറ്റിയിൽ വേറെ രീതിയിൽ റിയാക്ട് ചെയ്യും, അപ്പോൾ അത് ട്രെയിനിങ്. പിന്നെ സിമുലേഷൻ ട്രെയിനിങ്, പിന്നെ പീരിയോഡിക് ഫ്ലൈറ്റ് പ്രാക്ടീസ്, ഇതൊക്കെ ചെയ്തിട്ട് അവർ റെഡിയാക്കും. അപ്പോൾ എയർഫോഴ്സിൻ്റെ ആൾക്കാർ ശരിക്കും ഇപ്പോൾ 3 പേര്, നമ്മുടെ പേര് ശരിക്കും എന്തൊക്കെ പേരാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ, പിന്നെ മലയാളിയാണ്, അത് നമ്മുടെ അഭിമാന കാര്യമാണ്. പിന്നെ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റന്, പിന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കിത് പ്രതാപ്, പിന്നെ ശുഭൻഷു ശുക്ല, വിങ് കമാൻഡർ ശുഭൻഷു ശുക്ല. അപ്പോൾ ഇവരൊക്കെ എയർഫോഴ്സിൻ്റെ ആളാണ്. അപ്പോൾ ഈ എയർഫോഴ്സിൽ ചേർക്കാനും ഒരു പുതിയ ഒരു അട്രാക്ഷൻ. എയർഫോഴ്സിൽ ശരിക്കും നമ്മളുടെ ഡിഫൻസിൻ്റെ ഒരു വിങ്ങാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്പേസിൽ പോകാൻ ഒരു ചാൻസ് നമ്മളുടെ ചെറുപ്പക്കാരെ അതും നോക്കും. അപ്പം എയർഫോഴ്സിൽ പോയിട്ട് എക്സൽ ചെയ്യുമെങ്കിൽ നമ്മുടെ കൽപ്പന ചാവല പണ്ട് മൂപ്പറും അങ്ങനെ എഞ്ചിനീയറിംഗ് എയർഫോഴ്സ് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഫോറിനിൽ പോയിട്ട് നാസാലിൽ പോയിട്ട് അങ്ങനെ ചെയ്ത്. പക്ഷേ ഇങ്ങനെ എയർഫോഴ്സിൽ പോയിട്ട് ഒരു ട്രാക്ക് ISROയുടെ ഒരു വേറെ എക്സ്ട്രാ മോഡ്യൂൾസൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ സിലക്റ്റഡ് ആവാനും ഒരു ആസ്പിറേഷൻ ചില ചെറുപ്പക്കാർക്ക് ഇപ്പം ഇതൊരു ചാൻസ് കിട്ടും. പണ്ട് ഇല്ലായിരുന്നു. ഇത് ഇന്ത്യത്തിൽ ഒരു ആളെ 1984 രാകേഷ് ശർമ്മയെ കിട്ടി, അത് പിന്നെ ആരെ ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻസ് ഓരോരോ ആവെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ചാൻസ് കിട്ടും. പിന്നെ ഇതൊരു സ്പേസ് ടൂറിസമിൻ്റെ കാരാണ്. ഇപ്പം നമ്മൾ നോക്കിയില്ലേക്കൊരു അതിലിപ്പോൾ കുറച്ച് വില കൂടുതലുണ്ടാവും, പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും. അവർ എയർഫോഴ്സിലില്ല, ശരിക്കും വേറെ ആസ്ട്രോണോമിയിലില്ല, പക്ഷേ അവർക്കൊരു സ്പേസിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ, ഞങ്ങൾക്ക് പുതിയതായിട്ട് എക്സ്പീരിയൻസ് കിട്ടാൻ പൈസ ചിലവാക്കണം. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ശരിക്കും എനിക്ക് ഒരു ടിക്കറ്റ് വാങ്ങിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അതും ഒരു അട്രാക്ഷനാണ്. കുറേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ റേറ്റ് താഴെ വരും, പിന്നെ സാധാരണ ആൾക്കാരും സ്പേസിൽ പോകാൻ ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും. ഇന്നില്ല, ഒരു 25-20 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ അതും ഒരു പുതിയ ഡയമെൻഷൻ, ടൂറിസമിൻ്റെ ഒരു പുതിയ ഡയമെൻഷനാണ്. അപ്പോൾ ഞങ്ങൾക്കും ഭൂമിയെ കാണാൻ ഒരു പുറത്തായിട്ട് കാണാൻ ചാൻസ് കിട്ടും. ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഭൂമി ജസ്റ്റ് പിക്ചർ കണ്ടിട്ടുള്ളൂ, പിന്നെ സാറ്റലൈറ്റ് പിക്ചർ, പിന്നെ എക്ലിപ്സൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇൻഫർ ചെയ്യാൻ കുട്ടികൾ ഇങ്ങനെ പഠിക്കണം, ഞങ്ങളുടെ ഭൂമി റൗണ്ടാണ് എങ്കിൽ മീൻസ് അവർ മെൻ്റൽ പിക്ചർ ഉണ്ടാക്കും. പക്ഷേ ഞങ്ങൾ ഭൂമിയുടെ റൗണ്ടായിട്ട് പോയിട്ട് ഭൂമി അതാണ് ഞങ്ങളുടെ ഭൂമി, അത് കാണാൻ വേറെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് കിട്ടും. നമ്മൾ ഈ സ്പേസ് ടൂറിസം പറയുമ്പോഴേ ഇതൊരു കൊമേഴ്ഷ്യൽ സാധ്യത കൂടെയാണല്ലോ. ഇപ്പോൾ ISRO ഇത്തരം കുറേ ഇപ്പോൾ ആൻഡ്രിക്സ് എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ വിങ് തന്നെ ISROയ്ക്ക് ഉണ്ട്. നമ്മൾ ഈ ചിലവുകളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വരുമാന സാധ്യതകൾ കൂടെ നമ്മൾ ഇതിൽ അഡ്വാൻസ്മെന്റ് നടത്തുമ്പോൾ തുറന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ISRO അതിൻ്റെ പല പ്രോഡക്റ്റുകളും ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ പല കമ്പനികളുടെയും ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നുണ്ട്. ഇങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നൊരു സാധ്യത ഇനി അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകാനിടയുള്ള ഒന്നാണ് ഇപ്പോൾ പറഞ്ഞ സ്പേസ് ടൂറിസം പോലെയുള്ളത്. സ്പേസ് ടൂറിസം ഉണ്ട്. പിന്നെ കുറച്ച് ദിവസം മുന്നേ ചെയർമാൻ സോമനാഥ് സാറ് പറഞ്ഞ് അവരൊരു ലോഞ്ചിങ് പാഡ് അത് ശരിക്കും പ്രൈവറ്റ് പാർട്ടിയെ കൊടുക്കാൻ അവരുടെ ലോഞ്ച് വെഹിക്കൽ ലോഞ്ച് ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി അവരിപ്പോൾ റെഡിയാക്കാനുണ്ട്. ചിലപ്പോൾ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞിട്ട് അത് റെഡിയാവും. പിന്നെ അവരുടെ ഒരു റോക്കറ്റ് മൊഡ്യൂളും അവർ ശരിക്കും പ്രൈവറ്റൈസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ശരിക്കും ഇത് സർക്കാർ മാത്രമല്ല, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ വെച്ചിട്ടും നമ്മൾ മുന്നോട്ടേക്ക് പോകാം. സർക്കാർ മാത്രമേ ചെയ്യൂ, ബാക്കി ആൾക്കാരില്ല. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ മനസ്സിലാക്കുന്നത്. അഥവാ
100% FDI ഈ മേഖലയിൽ സർക്കാർ തത്വത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതോടെ വിദേശത്തിലുള്ള ഈ രംഗത്തുള്ള വിദേശം മാത്രമല്ല നമ്മളുടെ ആൾക്കാരും ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ സ്വന്തം എന്റർപ്രീനർഷിപ്പ് വെച്ചിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരിക, അത് ഈ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടിനെ പെട്ടെന്ന് എത്തിക്കാനൊക്കെ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. അതാണ്. അപ്പോൾ നമ്മളുടെ സ്വന്തം ആൾക്കാർ, നമ്മളുടെ സ്വന്തം കമ്പനീസ് ഇങ്ങനെ അതിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ടെക്നോളജീസ് വന്നെങ്കിൽ അത് സാധാരണക്കാരെ മെഡിക്കലായിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് വെക്കെങ്കിൽ എല്ലാവർക്കും അതിടെ ഒരു ബെനിഫിറ്റ് കോമണേഴ്സ്ക്കും കിട്ടും, കോമൺ നമ്മളെ സിറ്റിസൺസും കിട്ടും. അതൊരു ബെനിഫിറ്റാണ് ഇത് ഈ റിസർച്ച് ചെയ്യാൻ. നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ സാറ് സംസാരിച്ച ഒന്നിൽ വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്പെൻഡിങ് പറയുന്ന സമയത്ത് നേരത്തെ സാറ് പറഞ്ഞു നമ്മൾ 10,000 കോടി രൂപ നമുക്ക് വേറെ എവിടേക്കോ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാമായിരുന്നു. 10,000 കോടി. അതുപോലെ നമ്മുടെ രാജ്യത്ത് വലിയൊരു ശതമാനം ആളുകൾ ദാരിദ്ര്യത്തിലാണ് എന്നതൊക്കെ നമ്മൾ പ്രത്യേകിച്ചും സാധാരണക്കാരിൽ നിന്ന് കേൾക്കുന്ന ചില കമൻറ്റുകളാണ്. അതേസമയം ഇത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പം നാവിഗേഷൻ സിസ്റ്റം നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ദുരന്ത മുന്നറിയിപ്പിൻ്റെ മേഖലയിൽ, ഇങ്ങനെ എല്ലാ മേഖലയിലും ഈ ബഹിരാകാശ രംഗത്തെ വികാസം ആളുകൾക്ക് തന്നെ നേരിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കുറേ സാധ്യതകൾ ഇതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സ്പെൻഡിങ് എന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പിറകിലാണ് എന്ന് പോലും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആളുകൾക്ക് ഇതുകൊണ്ട് നേരിട്ടുണ്ടാകാവുന്ന നേട്ടങ്ങളും ചിലവും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയാം. ഞാനിവിടെ കോഴിക്കോടിൽ 1995 വന്ന്. അപ്പോൾ എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഫാമിലീസൊക്കെ എൻ്റെ വീട്ടിൽ കുറേ ദൂരെ ഇവിടെ ആയിട്ട് കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു അവിടെ കൂടെ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു STD ബൂത്തിൽ സ്വന്തം ഫോൺ ഉണ്ടെങ്കിൽ സ്വന്തം, അപ്പോൾ ഞാനിവിടെ വന്ന് അപ്പോൾ സ്വന്തം ഫോൺ എൻ്റെ വീട്ടിലില്ല, അല്ലെങ്കിൽ സ്വന്തം ഫോൺ എടുക്കണം, അല്ലെങ്കിൽ STD ബൂത്തിൽ പോയിട്ട് അച്ഛനെ ആദ്യം പറയാൻ വെക്കണം, എന്നെങ്കിൽ ആ സമയത്തിൽ ഇവിടെ വന്നോ ഫോൺ ചെയ്തോ, അപ്പോൾ ഞാൻ ഫോൺ റിസീവ് ചെയ്യില്ലെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പേജർ വന്ന് കുറേ ടെക്നോളജിക്കൽ GSM സെറ്റൊക്കെ വന്ന് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ഫോണിൽ അതുമാത്രമല്ല, നിങ്ങൾ വീഡിയോ കോൺഫറൻസിങ് ചെയ്യാം, പിന്നെ ഹൈ സ്പീഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോൾ ശരിക്കും ഒരു സാധാരണക്കാർ ഒരു 5,000 രൂപയിൽ ഇപ്പോൾ ഫോണ് കിട്ടാനുണ്ട്. പണ്ടത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ 2,000 രൂപയുടെ ഫോണിലും ഇൻ്റർനെറ്റൊക്കെ കിട്ടും, ഇമെയിൽസ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ പെർക്കുലേഷൻ ഇപ്പോൾ ബോട്ടം മോസ്റ്റ് ലെവലിൽ സാധാരണക്കാരുടെ കയ്യിലും ഇത് എത്താനുണ്ട്. അപ്പോൾ ഇന്ന് അത് ചിലപ്പോൾ ആ സമയത്തിൽ വേറെ കമ്പനികൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ല, പക്ഷേ നിങ്ങൾ അത്ര നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്യാൻ, കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യാൻ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ. അപ്പോൾ അതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ അതിടെ എന്തെങ്കിലും ഗുണം അത് പിന്നെ പതുക്കെ അത് പെർക്കുലേറ്റ് ആവും. അതിടെ ഡിസ്കവറീസ്, അതിടെ റിസൾട്ട്സ് എല്ലാവർക്കും എന്തെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പുതിയ ഒരു ശരിക്കും ഒരു ത്രെറ്റാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എത്ര ആൾ മരിച്ചിട്ടുണ്ട് ഈ 2 വർഷത്തിനുള്ളിൽ, എത്ര ഫ്ലഡ് വന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ന് നോക്കി, ഇപ്പോൾ ഫെബ്രുവരി മാർച്ചാണ്, എത്ര ചൂടുണ്ട് പുറത്ത്. ഈ സമയത്തിൽ ശരിക്കും ബാക്കി ഇന്ത്യത്തിൽ തണുപ്പ് വിൻ്റർ സീസണാണ്, വിൻ്റർ സ്പ്രിങ് സീസണാണ്. പക്ഷേ ഇവിടെ ഒരു സമ്മർ സീസണിൻ്റെ പോലെ ഞങ്ങളെ തോന്നാനുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് മാറാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ. പിന്നെ ഫ്യൂച്ചറിൽ ശരിക്കും എനർജി കിട്ടാൻ അല്ലെങ്കിൽ വേറെ റിസോഴ്സ് കിട്ടാൻ സ്പേസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഉറവാക്കാൻ പറ്റില്ല. ഈ നമ്മളുടെ വിക്രം സാരാഭായ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യൂ. ഇത് ഇങ്ങനെ ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഫസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ കോമ്പീറ്റ് ചെയ്യാൻ ആ റേസിൽ ഇന്ത്യ ഇപ്പം ഇല്ല. ആ വിക്രം സാരാഭായ് പറഞ്ഞ രീതിയിൽ നമ്മളുടെ എല്ലാവരുടെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു
ബെനിഫിറ്റ് ഉണ്ടാവും. ആ രീതിയിലാണ് ഞങ്ങൾ നമ്മളുടെ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, സ്പേസ് റിസർച്ച്, ആ രീതിയിലാണ് ഞങ്ങൾ മൊഡ്യൂൾസ് ചെയ്യും. സ്പേസ് അക്കാഡമിക് സ്പേസ് സ്റ്റഡീസ്, സ്പേസ് റിസർച്ച് ഒക്കെ. അപ്പോൾ ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അപ്പോൾ 3 രാജ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഫസ്റ്റല്ല, ഞങ്ങൾ തുടങ്ങിയിട്ട് അങ്ങനെ ഫസ്റ്റായിട്ട് ഒരു പുതിയ ഒരു ഐഡിയ എടുത്തിട്ട് കുറേ ആൾക്കാർ ചെയ്ത്, അപ്പോൾ മൂന്നാമത്തെ രാജ്യം ചെയ്ത്, അപ്പോൾ 4ാമത്തെ രാജ്യം ഞങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു ബെനിഫിഷ്യലാണ്. ഇതൊരു ഫ്രോണ്ടിയർ, ഒരു സ്പേസ് ഏജിൽ നമ്മളൊരു ഡെവലപ്പ് നേഷൻ ആവാൻ പോകുന്നു. പണ്ട് ഡെവലപ്പിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പതുക്കെ ഡെവലപ്പ് നേഷൻ ആവാൻ പോകുന്നു. ഇപ്പോൾ പെർ ക്യാപിറ്റ ഇൻകമും കൂടുതൽ, പതുക്കെ എല്ലാ ആൾക്കാരുടെ പൈസയും പണ്ടുടെ ലെവൽ ഇപ്പോൾ ലെവലിൽ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും എന്തെങ്കിലും നല്ല ഒരു പോസിറ്റീവ് രീതിയിൽ അവർ പോകാനുണ്ട്. ഇക്കണോമിക് ഗ്രോത്തും ഉണ്ട്. അത് ഒരു 10-20 വർഷമായിട്ട് ഇങ്ങനെ പതുക്കെ കൊണ്ട്, പിന്നെ ഫ്യൂച്ചറിലും ഇങ്ങനെ വേറെ ഒരു ഗ്രോത്ത് മെൻറ്റാലിറ്റിയിലാണ് നമ്മളുടെ യൂത്തും. അങ്ങനെ ഇപ്പോൾ ശരിക്കും ഡൈനമിക്കായി. ഞങ്ങളെ ഒരു വിജയിച്ച് ചന്ദ്രയാൻ വിജയിച്ച്, മംഗളയാൻ വിജയിച്ച്, പിന്നെ വേറെ സയൻസിൽ കോവാക്സിൻ ഞങ്ങളുടെ ഒരു എത്ര രാജ്യം നമ്മൾ സപ്ലൈ ചെയ്ത് കോവാക്സിൻ, നമ്മളുടെ ഒരു മെഡിസിൻസ്, നമ്മൾ വാക്സിന് ഞങ്ങൾ വേറെ രാജ്യത്തിൽ സപ്ലൈ ചെയ്യുന്നത് ഒരു അഭിമാനം ചെയ്യാനൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരു നേഷൻ പ്രോഗ്രസ് ചെയ്യുമെങ്കിൽ ശരിക്കും അതൊരു നല്ല ഫാക്ടറാണ്. അത് എല്ലാവർക്കും അത് ശരിക്കും ഒരു സപ്പോർട്ട് ചെയ്യണം. ചുരുക്കത്തിൽ നമ്മുടെ ഈ സ്പേസ് ടെക്നോളജിയിൽ നടക്കുന്ന ഓരോ പുതിയ ഇൻ്റർവെൻഷൻസും അതിലേക്ക് ഉണ്ടാകുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ മാനവരാശിയെ ഒന്നാകെ പോസിറ്റീവായി ബാധിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നായി മാറും എന്ന് തന്നെയാണ് ഈ അനുഭവങ്ങളിൽ നിന്നും പഴയകാലത്തെ ചരിത്രങ്ങളെ ഒരു ഘട്ടങ്ങൾ തിരിച്ചുകൊണ്ട് സാറ് സംസാരിച്ചതിലുള്ളത്. തീർച്ചയായും നമ്മുടെ ഗഗൻയാനും അങ്ങനെ പുതിയ ചില ഇംപ്ലിക്കേഷൻസ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ കൊണ്ടുവരുന്ന രീതിയിൽ, പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വികസിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം സംവദിച്ചതിന്, ഗഗൻയാൻ്റെ വിശേഷങ്ങളും ഒപ്പം ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു.